ജയറാമിനെയൊക്കെ മനസ്സിൽ കരുതി ഷാജി കൈലാസ് ഒരു കഥ അന്നത്തെ പുതിയ തിരക്കഥാകൃത്തുക്കൾ രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്, അവർ സഹോദരങ്ങളാണ്. അവരൊരുപാട് ഹിറ്റ് സിനിമകൾ പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ചും സെപ്പറേറ്റ് ആയിട്ടൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദി മെയ്ഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ത്രെഡ് എടുത്തിട്ട് ഷാജി കൈലാസ് ഇവരോട് പറയുന്നു. അപ്പോൾ ഇവർക്ക് രസകരമായിട്ട് തോന്നി. അതായത് ഒരു 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 ആർക്കിടെക്റ്റ്, അത് ഇംഗ്ലീഷ് സിനിമയുടെ കഥ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് ആ കിൽക്കാംപെട്ടി എന്നാണ് ആ സിനിമ. ഇപ്പോൾ കിൽക്കാംപെട്ടിയുടെ കഥ നമുക്കറിയാം. അതിൽ ജയറാം ഒരു ആർക്കിടെക്റ്റാണ്. ഇപ്പോൾ ജയറാമിനെ തന്നെ അവിടെ സ്ഥലം മാറി വരുന്ന വേറൊരു ഒരു ഒരു സ്ത്രീയുണ്ട്. ആ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ അതൊരു സിംഗിൾ മദറാണ്. ഒരു ബേബി ഷാമിലിയുടെ ഒരു ക്യാരക്ടർ, ഒരു മകളുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീയോട് ഒരു പ്രണയം ജയറാമിന് തോന്നും. ജയറാം ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ച് അവിടെ ഒരു ജോലിക്കാരനായിട്ട്, അതല്ലെങ്കിൽ ഒരു കുട്ടീനെ നോക്കാനായിട്ടുള്ള ഒരു മെയ്ഡായിട്ടൊക്കെ അവിടെ വരുന്ന ഒരു കഥയാണ്. നമുക്കറിയാം, ഒരു ആൾമാറാട്ട കഥ എന്നൊരു രീതിയിൽ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു കഥ ഷാജി കൈലാസ് പറഞ്ഞു ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ പറഞ്ഞു നമുക്കത് എഴുതാം എന്ന് പറഞ്ഞ് ഇവർ അത് രസകരമായിട്ട് ഇവർ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇവർ ബേബി ഷാമിലി, അതേപോലെ തന്നെ ബോളിവുഡിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുചിത്ര, അവരെ ഹീറോയിനായിട്ട് ഫിക്സ് ചെയ്യുന്നു. ജഗതി ശ്രീകുമാറുണ്ട്, എല്ലാം ഫിക്സായി. സായി കുമാർ ഉണ്ട്, എല്ലാം ഫിക്സ് ആക്കിയിട്ട് ഇവർ ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഇവരറിയണത് ഇവരുടെ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന ആ ഹോട്ടലിൽ തന്നെയാണ്, അതോ അതിൻ്റെ അടുത്ത് തന്നെയാണ് കമൽ, സംവിധായകൻ കമൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത് ഇവർ അറിഞ്ഞു. അപ്പോൾ ഇവർ കമലിനെ പോയി കാണുന്നു. സൗഹൃദ സംഭാഷണത്തിൽ കമൽ പറയുന്നു ഞാനിങ്ങനെ ഒരു കഥ ചെയ്യാൻ പോവാണ്. കമൽഹാസനും ഡിംപിൾ കബാഡിയൊക്കെയാണ് അഭിനയിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ, അതായത് ഇന്നാണ് നമുക്കൊരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുള്ളത്. അന്നും എനിക്ക് തോന്നുന്നു ഇവർ കമലെന്ന് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളും തൂവൽ സ്പർശവും പാവം പാവം രാജകുമാരനൊക്കെ പോലെയുള്ള ഒരു ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ പക്ഷേ ഇതൊരു വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ പോലെ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നൊരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഈ ദി മെയ്ഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്.